നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. കൊല്ലവർഷം 1200 എന്ന മലയാള വർഷത്തിൽ ഓരോ നക്ഷത്രജാതരായ ആളുകൾക്കും ഉണ്ടാകാനിടയുള്ള സാമാന്യ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അവിട്ടം നക്ഷത്രക്കാരുടെ അടുത്ത ഒരു മലയാള വർഷത്തെ ഫലങ്ങളാണ്. അതായത് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ ഉണ്ടാകാൻ ഇടയുള്ള സാമാന്യ ഫലങ്ങൾ. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്താണ്? 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി ഭാഗം കുംഭക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പം അവിട്ടം നക്ഷത്രക്കാരിൽ പകുതി ഭാഗം മകരക്കൂറിൽ ഉൾപ്പെടുന്നവരും കാണും, കുറേ ഭാഗം കുംഭക്കൂറിൽ ഉൾപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ഫലങ്ങൾ അനുഭവപ്പെടുന്നത്. പക്ഷേ 2 കൂട്ടർക്കും ഒന്നിച്ചനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 7.5 ശനി കാലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ശനി ഇപ്പോൾ കുംഭൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. വക്രത്തിൽ എന്ന് പറഞ്ഞാൽ പുറകോട്ടുള്ള സഞ്ചാരം. നമ്മൾ ഭൂമിയിൽ നോക്കുമ്പം പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്ന ആ അനുഭവം. അപ്പോൾ 7.5 ശനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തടസ്സങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ കാലമാണ്. പക്ഷേ അതേ സമയത്ത് മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളില്ലാതെ കാലം മുന്നോട്ട് പോകും. എങ്കിലും 7.5 ശനിയുടേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ രാശിനാഥനായതുകൊണ്ട് മാത്രം പൂർണ്ണമായും ശനിയുടെ ദോഷങ്ങൾ മാറും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ശനി മാരകമായ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല എന്നുള്ളത് ഉറപ്പ് പറയാം. കാരണം മൂലത്രികോണ ക്ഷേത്രത്തിലെ ശനി എന്ന് പറയുന്നത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി, ഉച്ചരാശിയിൽ നിൽക്കുന്ന ശനി എന്നൊക്കെ പറഞ്ഞാൽ വളരെ അനുകൂലമായ രീതിയിലാണത് പ്രവർത്തിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോഷാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും. പിന്നെ വ്യാഴമാണെങ്കിൽ ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 5-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 5-ൽ വ്യാഴം ഗുണകരമാണ്. ധനഭാഗ്യ യോഗവും പല വഴികളിലൂടെയുള്ള വരുമാനമൊക്കെ ഉണ്ടാകും. അതേസമയത്ത് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 4-ലെ വ്യാഴം അത്ര ഗുണകരമല്ല. ചില കാര്യങ്ങൾക്ക് ഗുണമായിട്ട് വരും, വാഹനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഗുണമാണ്. പക്ഷേ വീട്ടിലെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും. 4-ലെ വ്യാഴം എന്ന് പറയുന്നത് പരിപൂർണ്ണ ഗുണം എന്ന് പറഞ്ഞുകൂടാ. അപ്പം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ആനുകൂല്യം വർഷത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം ഉണ്ടാകും. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 4-ലാണ്. വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോൾ വ്യാഴം 5-ലേക്ക് പോകുമ്പോൾ അവർക്ക് അതിൻ്റെ ആനുകൂല്യം ഉണ്ടാകും. പിന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയാണ്. മൂലത്രികോണത്തിലെ ശനി ആയതുകൊണ്ട് ജന്മശനി വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും. മകരക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർക്ക് 2-ലാണ്, ധനഭാവത്തിലും വാക്കിൻ്റെ ഭാവത്തിലുമൊക്കെയാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അവർക്കും രാശിനാഥൻ എന്നുള്ള പരിഗണന ഉള്ളതുകൊണ്ട് തന്നെ ശനിയെക്കൊണ്ട് വലിയ ദോഷം ഉണ്ടാവുകയില്ല. ധനം തടസ്സപ്പെടുത്തും എന്ന് പറയാൻ കഴിയില്ല. അല്പം കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും എന്ന് നമുക്ക് പറയാം. ധനലാഭത്തിനായിട്ട് പല വഴികളും തെളിഞ്ഞു കിട്ടും. ശനിയുടെ അനുഗ്രഹവും ഉണ്ടാകും. പക്ഷേ കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ സോഴ്സുകൾ, ധനം വരുന്ന ചാനലുകൾ നമുക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. പലപ്പോഴും അവസരങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ശനി. മുടക്കമുണ്ടാക്കുന്ന പറയുന്ന പോലെ തന്നെ ചില സ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾ തുറന്നു തരികയും ചെയ്യും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ കാണാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വ്യാഴം അങ്ങനെയല്ല. വ്യാഴം ഓപ്പണായിട്ട് തന്നെ നമുക്ക് അവസരങ്ങൾ തരും. ശുക്രനും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് പൊതുവായിട്ടുള്ള അവിട്ട നക്ഷത്രത്തിൻ്റെ ഫലം നോക്കിക്കഴിഞ്ഞാൽ ഈ നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപോലെ ഉണ്ടാകാനിടയുള്ള ഒരു വർഷമാണ്. നമ്മുടെ കഴിവുകൾ നന്നായിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെയും ബുദ്ധിമുട്ടില്ലാതെയും ഈ കാലത്തിൽ കൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. പല നേട്ടങ്ങളും ഉണ്ടാക്കാനും സാധിക്കും. ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. ബിസിനസ്സിലെ ന്യായമായ ആദായം കിട്ടുന്ന ഒരു കാലഘട്ടവുമാണ്. പിന്നെ ബിസിനസ്സിൽ നമ്മൾ ഈ ശനി ഒരു ന്യായാധിപൻ്റെ റോളിൽ നിൽക്കുന്ന ഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അമിത ലാഭം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയാൽ പലപ്പോഴും തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഒരു സമയത്ത്. കാരണം ധനഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ജന്മത്തിലും ശനിയുണ്ട്. പകുതി
അവിട്ടം രണ്ടാമത്തെ പകുതിയിലുള്ളവർക്ക് ജന്മത്തിൽ ശനിയാണ്. അപ്പോൾ ശനിയെ സാക്ഷ്യപ്പെടുത്തിയാണ് നമുക്ക് ഓരോ പ്രവൃത്തി ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യായമായ ഒരു ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് വ്യാപാരം ചെയ്താൽ മതിയാവും. ബിസിനസ് ഒത്തിരി വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടാനും ഒന്നിച്ച് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ സാധിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ ഈ വർഷം സാധിക്കുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിക്കുന്നതാണ്. പിന്നെ കലാപ്രവർത്തകർക്ക് ഗുണകരമായ ഒരു വർഷമാണ്. പിന്നെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള യാത്രകൾ, ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ അതുപോലുള്ള മംഗളകർമ്മങ്ങൾ, വിവാഹമോ കുഞ്ഞിൻ്റെ ജനനം, ചോറൂണ് തുടങ്ങിയ അല്ലെങ്കിൽ ഒന്നാം പിറന്നാൾ പോലുള്ള മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകാം. ബന്ധുക്കൾക്ക് ഒന്നുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. കുടുംബയോഗങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മകരക്കൂറിൻ്റെയും കുംഭക്കൂറിൻ്റെയും പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബിസിനസ്സിലെ അവസരങ്ങളൊക്കെ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വന്നു ചേരും. വാഹനഭാഗ്യം ഉണ്ടാകും. ഭാര്യാഭർത്തൃ ഐക്യം ഉണ്ടാകും മകരക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാർക്ക്. അതുപോലെ സന്താനങ്ങൾക്കും ഗുണകരമാണ്. 5-ൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് 5 എന്ന് പറയുന്നത് സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതേസമയത്ത് കുംഭക്കൂറുകാർക്ക് കുറേയൊക്കെ ശത്രുഭയവും കാര്യങ്ങളിൽ അല്പം തടസ്സമൊക്കെ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ധനക്ലേശത്തിനും സാധ്യതയുണ്ട്. പിന്നെ എന്നാൽ വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും ശത്രുക്കളുടെ മേൽ വിജയമൊക്കെ ഉണ്ടാക്കാനും അവർക്ക് സാധിക്കുന്നതാണ്. പിന്നെ രണ്ട് കൂട്ടർക്കും പൊതുവായിട്ട് പറയാൻ കഴിയുന്നൊരു കാര്യം ബന്ധുജന വിരഹം. ബന്ധുജന വിരഹം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ചിലപ്പോൾ ജോലി കിട്ടിയാകാം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടാകാം. എക്സ്ട്രീം കേസിൽ ചിലപ്പം വിയോഗവും ആകാം. ഏതായാലും അതിനുള്ളൊരു സാധ്യതയും ഈ വർഷം ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഹുവിൻ്റെ മാറ്റമാണ്. മെയ് മാസം ആകുമ്പോഴത്തേക്കും 2025 മെയ് മാസത്തിൽ രാഹു മകരക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാർക്ക് ധനഭാവത്തിലേക്ക് രാഹു വരും. ശനി 3-ലേക്ക് പോവുകയും ചെയ്യും. 3-ലെ ശനി ഗുണകരമായിട്ട് വരും. രാഹു 2-ൽ വരുമ്പം ധനം പെട്ടെന്ന് കിട്ടുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ വാക്ക് പിഴച്ച് അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും മാറും. അപ്പോൾ ആ ഒരു മാറ്റം ഒരല്പം ഈ രാഹു ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ 2 വീലറൊക്കെ ഉപയോഗിക്കുമ്പം ഒരു ശ്രദ്ധ വേണ്ടതാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലേക്കാണ് രാഹു വരുന്നത്. ജന്മത്തിൽ രാഹു നിൽക്കുമ്പോൾ ചില ധനലാഭത്തിനുള്ള ചില സ്രോതസ്സുകൾ തുറന്നു വരുന്നതാണ്. എന്നാലും പൂർണ്ണമായിട്ടും ഗുണകരമല്ല. പിന്നെ എന്താണ്, ശാരീരികമായിട്ടൊരല്പം ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ രാഹുവിൻ്റെ ട്രാൻസിറ്റ് സമയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർക്ക്. അവരെ സംബന്ധിച്ച് ശനി 2-ലേക്ക് പോകും, ധനഭാവത്തിലേക്ക് പോകുന്നു. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ളൊരു പ്രത്യേകത, അവരുടെയൊക്കെ പിന്നെ 2025 മാർച്ച് 29 ആകുമ്പോൾ ശനി അവരുടെ ധനഭാവത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് ശനിയുടേതായ തടസ്സങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാൽ പോലും പിന്നെ 7 ശനി തുടരുകയാണ്. അപ്പം ശനിയുടെ കുറച്ച് തടസ്സങ്ങളുണ്ടായാലും ഈ രാശിനാഥനായതുകൊണ്ട് തന്നെ ദോഷകരമായ രീതിയിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടാനിടയില്ല. പിന്നെ മറ്റൊന്ന്, വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി ട്രാൻസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ശനിക്കത് വലിയ ദോഷകരമായ ഒരു സ്ഥലമല്ല. അതുകൊണ്ടും ശനി ഗുണകരമായിട്ട് തന്നെ, അല്ലെങ്കിൽ ശനി ദോഷമില്ലാതെ അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. വ്യാഴവും ശനിയും രാഹു കേതുക്കളുമാണ് ദീർഘകാലത്തേക്കുള്ള അനുഭവങ്ങൾ നൽകുന്നത്. ഇനി നമുക്ക് നോക്കുമ്പം വർഷാദ്യം പിന്നെ ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ കുത്തുവാക്കുകൾ കേൾക്കാനായിട്ട് ഇടയാകും വർഷത്തിൻ്റെ ആദ്യം. അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പിന്നെ നമുക്ക് ക്രമേണ ഈ ശനിയുടെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് തിരിച്ചറിവുകൾ ധാരാളമായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഈ നമുക്ക് ദോഷകാലം വരുമ്പം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഈ 7.5 ശനിക്കാലത്തൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്.
ആ സമയത്താണ് ആളുകളുടെ തനി സ്വഭാവം തിരിച്ചറിയാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ തിരിച്ചറിവുകൾ ഈ സമയത്ത് ഉണ്ടാകും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു വരാൻ ഇടയാകും. നമ്മളതിനെ കണ്ടെത്തണം. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടില്ല നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന്. പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്. പലരും നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ, അതായത് എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടു, ഞാൻ പിന്നെയാണ് അറിയുന്നത് ഇങ്ങനൊരു അവസരം ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അവസരം ഉണ്ടായിരുന്നു, ഇദ്ദേഹം അത് കണ്ടില്ല, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇതിനകത്ത് ഇത് പറയുന്നത്. ഈ ശനി 7.5 ശനി ആണെങ്കിൽ പോലും ഈ ശനി രാശിനാഥൻ എന്നുള്ള രീതിയിൽ കുറേയേറെ അവസരങ്ങൾ നമുക്ക് തുറന്നിടും. കുറേ പുതിയ അവസരങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ മേഖലകൾ നമുക്ക് തുറന്നു തരും. നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം. വിശ്വസ്തരായ ആളുകളുമായിട്ട് മാത്രം അസോസിയേറ്റ് ചെയ്യാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പരീക്ഷണമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും നടത്താൻ പറ്റിയൊരു സമയമല്ല, അത്രയേ ഉള്ളൂ. എന്നാൽ ശനി തരുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ ആ കാലം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഈ സമയത്ത് ഉണ്ടാകും. വർഷമധ്യത്തിന് മുമ്പായിട്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ലാഭവും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഓൾ ടുഗദർ നോക്കുമ്പം, മൊത്തം നോക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക നഷ്ടമൊന്നും ഈ വർഷം ഉണ്ടാകാൻ ഇടയില്ല. ഒരിടത്ത് പോകുമ്പോൾ വേറൊരിടത്ത് കിട്ടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഏതാണ്ട് വർഷമധ്യത്തോടു കൂടി വീട് വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. ജോലിയുടെ ഭാഗമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യം കൊണ്ടോ ഒക്കെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. ചിലവ് കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ വീട് പുതുക്കി പണിയാനൊക്കെയുള്ള സാധ്യതയും ആ സമയത്തുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കാനും ആ സമയത്ത് യോഗമുണ്ട്. പിന്നെ നമുക്ക് ഈ വിഷുവിൻ്റെയൊക്കെ കാലമാകുമ്പോഴത്തേക്കും ഈ സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകും. വ്യവഹാര വിജയമുണ്ടാകും. ജീവിത സുഖം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ചിലവ് വർദ്ധിക്കും. അങ്ങനെ ചിലവ് വർദ്ധിക്കുന്നതിലൂടെ ഭൂസ്വത്തുക്കൾ നമ്മൾ ക്രയവിക്രയം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നേരിട്ടേക്കാം. എന്നാൽ വർഷ അവസാനമാകുമ്പോഴത്തേക്കും, മിഥുനം കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്കും സന്താന ഭാഗ്യത്തിന് വളരെ കാലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദമ്പതിമാർക്ക് സന്താന യോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുടുംബത്തിലത്ര സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കില്ല, പക്ഷേ സന്താന ഭാഗ്യത്തോടു കൂടി അത് സന്തോഷകരമായിട്ട് മാറും. അതുവരെ കുറച്ച് വാക്കുതർക്കങ്ങളോ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ദമ്പതിമാർ തമ്മിൽ അങ്ങനെയുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. വർഷാവസാനം പൊതുവേ അവിട്ട നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്. 2 കൂറുകളിലും പെട്ടവർക്ക് അത്ര ദോഷകരം എന്ന് പറഞ്ഞുകൂടാ. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ കുംഭക്കൂറിൽപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ചില ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളതേ ഉള്ളൂ. പൊതുവെ നോക്കുമ്പോൾ ആരോഗ്യം മെച്ചമായിരിക്കും. സാമ്പത്തികമായിട്ട് കുറേയൊക്കെ നഷ്ടങ്ങൾ വീട്ടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാഴമാറ്റ സമയത്ത് ഈ നമ്മുടെ വാക്ക് പിഴയ്ക്കാതെ, അതുപോലെ തന്നെ ദൈവാധീനം നഷ്ടപ്പെടാതെയൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ കാര്യം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മെയ് 18 ആകുമ്പോഴത്തേക്കും 2025 മെയ് മാസത്തിൽ വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. അപ്പം മകരക്കൂറിൽപ്പെട്ട ഔട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശത്രുഭാവത്തിലേക്കാണ് വ്യാഴം പോകുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവാധീനം വളരെ കുറയും. അതുകൊണ്ട് തന്നെ ഔട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ടവർ ഏതാണ്ട് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഗ്രഹങ്ങൾ മാറുന്നതിന് തൊട്ട് മുമ്പ് മുതൽ അനുഭവം തന്നു തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഏപ്രിൽ മെയ് വിഷുവിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ തർക്കങ്ങളും വഴക്കുകളൊന്നും ഉണ്ടാകാതെ ഒരു കരുതൽ എടുക്കുക. ശനി മാറ്റ സമയത്ത് പിന്നെ മകരക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ട് മെച്ചമായിരിക്കും. വാഹന ലാഭത്തിന് സാധ്യതയുണ്ട്. കാരണം 3ലേക്കാണ് ശനി വരുന്നത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അമിത പ്രിയത്വം വരുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ട് ചിലവ് വർദ്ധിക്കുന്ന സമയവുമായിരിക്കും. അപ്പം വർഷാവസാനം പൊതുവെ ഗുണകരമാണ്. ഈ രാഹുകേതു രാശി മാറുന്ന സമയത്ത് കണ്ണ് സംബന്ധിച്ചുള്ള രോഗങ്ങളുണ്ടാകാൻ അവിടുത്തെ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക. കണ്ണ് പരിശോധിച്ച് തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തേടുക. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവേ ഉള്ളൊരു ഫലം പറയാൻ കഴിയുന്നത്.
രണ്ട് കൂറുകളിലുമായിട്ട് വരുന്നവരുടെ ഫലം. അപ്പോൾ ഈ രണ്ട് കൂറിൻ്റെ പ്രത്യേകത എന്താണ്? ശനിയാണ് രണ്ടിൻ്റെ രാശിനാഥൻ എന്നുള്ളത് കൊണ്ട് കുറേ ഏറെ ഫലങ്ങൾ പൊതുവായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് നോക്കാം. ഏഴര ശനിക്കാലമായതുകൊണ്ട് ശനിദോഷത്തിന് പരിഹാരം കാണുക, ശനിയെ അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ രാശിനാഥനായ ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. നീരാജനം, എള്ളുതിരി, എള്ളുപായസം, നീലപ്പട്ട് സമർപ്പിക്കുക, ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മന്ദാരം കൊണ്ട് ചിലയിടത്ത് അർച്ചന ചെയ്യുന്നുണ്ട്. അപ്പം അത് ഓരോരോ ക്ഷേത്രത്തിലെ ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്ക് വഴിപാട് കൊടുക്കുന്നത് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഹനുമാൻ ചാലീസ നിത്യവും ചൊല്ലുന്നത് വളരെ ഗുണകരമാണ്. ശനി ദോഷങ്ങൾ മാറിയിട്ട് വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഇതിനകത്ത് പല രീതിയിൽ ആൾക്കാരതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മളെങ്ങനെയാണ് നാമം ചൊല്ലിയാൽ ജീവിതത്തിൽ ഫലമുണ്ടാകുന്നതൊക്കെ ചോദിക്കാം. പക്ഷേ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക, എന്നിട്ട് പറയുക. ഹനുമാൻ ചാലീസ ഒരു 48 ദിവസമെങ്കിലും ഒന്ന് തുടർച്ചയായിട്ട് ചൊല്ലി നോക്കുക. ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് നമുക്കപ്പോൾ തിരിച്ചറിയാം. അപ്പം വർഷം മുഴുവൻ ചെയ്യുകയാണെങ്കിലുള്ള ഫലം പറയേണ്ടതില്ലല്ലോ. പിന്നെ ബുധദശ, വ്യാഴദശ, ശുക്രദശ തുടങ്ങിയ ദശാകാലങ്ങളിൽ മുന്നോട്ട് പോകുന്നവർ അതിനുള്ള പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. കുടുംബ ദേവതയ്ക്ക് വഴിപാട് ചെയ്യണം. അതുപോലെ തന്നെ അവിട്ട നക്ഷത്രവും അനുജന്മ നക്ഷത്രങ്ങളായ മകയിരം, ചിത്തിര നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തി അർച്ചനകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതി ഭഗവാന് എന്തെങ്കിലും ഒരു വഴിപാട് സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കാണിക്കയെങ്കിലും ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു നാളികേരം ഉടച്ചിട്ട് പോവുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുക, ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങളിലൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ കറുകമാല കൂടെ സമർപ്പിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. എന്തായാലും ഗണപതിക്ക് കൃത്യമായിട്ട് വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ശ്രീ പാർവതീ ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെളുത്ത പട്ട് സമർപ്പിച്ച് അർച്ചനയും കൂടെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വലിയ തോതിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതും ഈ കാലഘട്ടത്തിൽ നല്ലതാണ്. അവരുടെ രാശിനാഥനാണല്ലോ ശനി. അതുകൊണ്ട് രണ്ട് കൂറുകളിലും പെട്ടവർ, മകരക്കൂറിലാണെങ്കിലും കുംഭക്കൂറിലാണെങ്കിലും അവിടെ ഈ കൂറുകളിൽ പെടുന്ന അവിട്ട നക്ഷത്രക്കാർ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. ഭക്ഷണം ഉപേക്ഷിച്ച് എടുക്കാൻ ആരോഗ്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതം നമുക്ക് ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എന്നിട്ട് ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞിട്ട് ഇളനീര് കുടിച്ചത് അവസാനിപ്പിക്കാം വ്രതം. അപ്പോൾ അങ്ങനെ മാസത്തിൽ ഒന്നെങ്കിലും വ്രതം എടുക്കുന്നതും വളരെ ഗുണകരമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പക്കപ്പിറന്നാളിന് ഒരു പാൽപ്പായസവും തുളസിമാലയും സമർപ്പിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാപുരോഗതിക്ക് വളരെ ഉത്തമമാണ് ആ വഴിപാട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും നമുക്ക് ഈ മലയാള വർഷം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓണക്കാലം നിങ്ങൾക്ക് ധാരാളം ഐശ്വര്യങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.